നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കണ്ടശം കടവിൽ കാരമുക്കിൽ രമേശ് ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞ കറവപ്പശു ഉണ്ട്. അതുമാത്രമല്ല, കൂടെ പൊങ്ങന്നൂർ ഇനവുമുണ്ട്. പിന്നെ ഇവിടുത്തെ പാൽ വിൽപ്പനയ്ക്കും പ്രത്യേകതയുണ്ട്. 100 മില്ലി 200 മില്ലി ഒക്കെയാണ് വിൽപ്പന. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞ കറവപ്പശുവിന്റെ വീഡിയോ ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് രമേശൻ ചേട്ടനും വൈഫും. അപ്പോൾ രണ്ടുപേർക്ക് ഇടപ്പറമ്പ് ഫാമിലിക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ എത്ര നാളായിട്ടാണ് ഈ കൃഷ്ണ ഇനത്തെ വളർത്താൻ തുടങ്ങിയത്? ഞങ്ങൾ 2022 മുതലാണ് ഇതിന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ആനന്ദപുരം എന്ന് പറയും, കൊടുങ്ങല്ലൂർ. അവിടെയുള്ള ഒരു പാർട്ടി അവർ വാങ്ങിച്ചിട്ട് 2 ദിവസം നിർത്തിയുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അതിന് ശേഷം എന്ന് വെച്ചാൽ പിന്നെ കൊറോണ വന്നു, എനിക്ക് സുഖമില്ലാണ്ടായപ്പോൾ ഇതിന് വേറെ സ്ഥലത്തേക്ക് വളർത്താനായിട്ട് കൊണ്ടുപോയി. ഇവിടെ പിന്നെ വന്നു, ഈ പശു പ്രസവിച്ചു. അത് പൊങ്ങന്നൂർ കുട്ടിയാണ്. ഇത് കൃഷ്ണ, പൊങ്ങന്നൂർ കുട്ടി, പൊങ്ങന്നൂർ. ഇവിടെയുള്ള കറവപ്പശു കൃഷ്ണ ഇനത്തിൽപ്പെട്ട പശുവാണ്. 2 തവണ പ്രസവിച്ച ഈ പശുവിന് 4 വയസ്സിലധികം പ്രായമുണ്ട്. പ്രായം ഒരു 4-4.5 വയസ്സായി കാണണം. ഇവിടെ എത്ര പ്രസവം വരെ ഇവിടെ വന്നപ്പോ? ഇതിപ്പോ ഞങ്ങളുടെ അനുഭവത്തിൽ രണ്ടാമത്തേന്. ഈ കുട്ടി കൂടി ഉണ്ടായത്. അതിനൊരു പാട് ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ കുട്ടി അടക്കണ് ഇതിനെ വാങ്ങിച്ചില്ല ഞങ്ങള്. ആ കുട്ടീനെ ഞങ്ങള് അന്ന് ഒരു ഇതിൽ കൊടന്നാക്കി എന്ന് പറഞ്ഞില്ലേ, അവർക്ക് കൊടുത്തിട്ടുണ്ട്. മോനായിട്ടുണ്ട് അതിന്റെ ഇടപാടൊക്കെ. ഇത് തന്നെ സ്പെഷ്യലായിട്ട് പൊങ്ങന്നൂര് അത് കൃഷ്ണയായിരുന്നു. ഇവിടെ വന്ന കുട്ടി കൃഷ്ണയായിരുന്നു. അതിന് ശേഷം കുത്തിവെച്ചാണ് ഇതിന് പൊങ്ങന്നൂര്. കൃഷ്ണ പശുവിന് മാത്രമേ പൊങ്ങന്നൂര് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ വെച്ചൂരിക്ക് ഉണ്ടാവില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതെ അതെ. ഒരു 10-65 സെന്റിമീറ്റർ കാണണം. 65 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം, നാടനുള്ള. ഇവിടെ പശുവിന് ഏകദേശം 1 ലിറ്ററോളം മാത്രമേ പാൽ ഉൽപാദനമുള്ളൂ. എന്നാൽ ഈ പാല് 5 വീടുകളിലായിട്ടാണ് വിൽപ്പന. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം 1.5 ലിറ്റർ കിട്ടിയിരുന്നു. ഇപ്പൊ 1 ലിറ്റർ കിട്ടുന്നത്. ആ പാലിന് തന്നെ ഇവിടെ തല്ലൂട്ടാ. അത് കാരണം വെച്ചാല് 200-100 ഇപ്പൊ കൊടുക്കണേ ഞങ്ങള്. അത്രേ ഉള്ളൂ. കുറേശ്ശെന്ന് വെച്ചാല് തീറ്റ കൊടുക്കുന്നത് അങ്ങനെയാണ്. ചോളത്തവിട് തല്ലൂട്ടാന്ന് പറഞ്ഞാല് ആ പാലിന്റെ ഗുണം കൊണ്ടായിരിക്കും. ആ കിട്ടുന്നത് ഒരു 5 വീട്ടിലേക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഞാൻ. 5 എന്ന് വെച്ചാൽ 5 ഞങ്ങൾ അടക്കെടുത്തിട്ട്, അതായത് 100-ഉം 200-ഉം വെച്ചിട്ട് ഇപ്പൊ ആൾക്കാർ വാങ്ങിക്കുന്നത്. അത് പാലിന്റെ കട്ടി കൊണ്ടിട്ടും പിന്നെ ഗുണം കൊണ്ടാണ്. കറന്ന വശം തന്നെ ഇത് കുപ്പി അപ്പൊ തന്നെ കൊടുക്കും. അത് വെച്ചിരിക്കുന്ന കേസില്ല. സാധാരണ മറ്റുള്ള പശുക്കൾ 1/2 ലിറ്ററിലൊക്കെ നമ്മൾ വാങ്ങണം. ഇതിപ്പോ 100 മില്ലിക്ക് ആളുണ്ട്. അതിനെത്ര പൈസ തരാൻ അവർ തയ്യാറാണ്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഞാനിവിടെ കണ്ടമാനായ ആൾക്കാരായിട്ട് സമ്പർക്കം 125 രൂപയ്ക്ക് 1 ലിറ്റർ കൊടുക്കണത്. 200 രൂപയ്ക്കും ആൾക്കാർ വാങ്ങിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് താഴോന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമുക്കൊരു ഇതില്ലേ, ഇതിൽ വെള്ളം വീത്തി വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇത്തിരി പെല്ലറ്റ് ഇട്ടാൽ എനിക്ക് 5 ലിറ്റർ ഈ പശുവിന് ഉണ്ടാക്കാൻ പറ്റും. പെല്ലറ്റ് കൊടുത്താൽ പാല് കിട്ടും. പക്ഷെ അത് എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് എന്റെ പശു നിലനിന്ന് പോകണം. ഇവിടുത്തെ പശുവിന് ഏകദേശം ഒരു 65 സെന്റിമീറ്ററോളം മാത്രമേ ഉയരമുള്ളൂ. കാരണം എന്താ വെച്ചാല് ഇത് വളരെ പൊക്കം കുറഞ്ഞ, പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര പൊക്കം കുറഞ്ഞാലും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോന്ന് എനിക്ക് അറിയൂല. നമ്മൾ അറിയാത്ത ഇവിടം വരെ നിൽക്കാം. അല്ല, അവിടുന്ന് മാറ്റാം. നമ്മള് ഇപ്പോൾ എന്ന് വെച്ചാല് 4.5 വയസ്സിന് മേലെന്ന് വെക്കാം. നമ്മൾ വാങ്ങിച്ചാണല്ലോ. അത് വേറെ പ്രസവിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആ പ്രസവത്തോടു കൂടി വാങ്ങിച്ചു വരുന്നത്. പിന്നെ ഇവിടെ നിർത്തി ഇപ്പം ഇങ്ങനെ ഉണ്ട്. ഈ കൃഷ്ണ പശുവിൻ്റെ 2ാമത്തെ കുട്ടി പൊങ്ങന്നൂർ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ പൊക്കം വരുന്നത് 40 സെന്റിമീറ്റർ മാത്രമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എന്ന് വെച്ചാൽ മോനായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ കൃഷ്ണയ്ക്ക്
പൊങ്ങന്നൂര് കുത്തിച്ചാൽ നല്ല കുട്ടിയായിരിക്കും, നല്ലൊരു ബ്രീഡ് കിട്ടാൻ വേണ്ടിയിട്ട്, പുതിയൊരു ബ്രീഡ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃഷ്ണനെ കുത്തിച്ചാൽ മതി, അല്ലെങ്കിൽ വെച്ചൂരിനെ കുത്തിക്കാം. അപ്പം അത് വേണ്ട. ഈ ഇത് നല്ലൊരു ബ്രീഡ് ഞങ്ങളുടെ ഈ പരിസരത്തില്ല, ഈ പൊങ്ങന്നൂർ എന്ന് പറഞ്ഞ്. അപ്പം അതിന് വേണ്ടിയാണ് ഇത് കുത്തിവയ്ക്കാൻ കാരണം. സ്പെഷ്യലായിട്ട് ഇനം. ഇതിന് ഇനി 1.5 വയസ്സാവണം. ഇത് ശരിക്കിപ്പോ 90% ഉണ്ടാവുള്ളൂ. കൃഷ്ണയും ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു 90-95% നിൽക്കാം ഇത് പൊങ്ങന്നൂരായിട്ട്. ഇതിപ്പോ ഈ 1-ാം തീയതി വരുമ്പോ അതിന് 7 മാസമാവും. അതെ. ഞങ്ങള് പേരെന്ന് വെച്ചാൽ ഞങ്ങൾ വായിക്കുമ്പോ ആ പാർട്ടി പറഞ്ഞത് രാധ എന്നാണ് അതിന്റെ പേര്, രാധ. ഞങ്ങൾ അത് മാറ്റാൻ പോയില്ല. അപ്പൊ കൃഷ്ണപശുവിന്റെ പേര് രാധ തന്നെ. ഈ കുട്ടിയുടെ കൃഷ്ണനല്ല കൃഷ്ണന്ന് ഇട്ടിരിക്കുകയാണ്. ഇതൊരു 30 സെന്റിമീറ്റർ 30-35 ഉണ്ടാ. 2-2.5 അടി മാക്സിമം 2.5 അടിയാണ് ഇതിന്റെ പറയണത്. അങ്ങനെയാണ് അതിന്റെ പറയാ. ഇതിപ്പോ അത്ര ആയിട്ടില്ല. നല്ല ഇണക്കാ. അവിടെ ഇരുന്ന മെക്കിട്ട് കയറും. ഞങ്ങള് ചിലപ്പോ സമയം കിട്ടുമ്പോ ഞങ്ങൾ അകത്ത് കൊണ്ടുപോയിട്ട് കളിപ്പിക്കും. അകത്ത് കയറാൻ നല്ല വൃത്തിയല്ലേ. അകത്ത് കയറ്റി ഞങ്ങൾ അകത്ത് കയറും, ഒക്കെ കൊണ്ട് നടക്കും. ആള് അവിടെ ഓടി നടക്കും, ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. ഇവിടുത്തെ പശുവിന് തീറ്റയായി നൽകുന്നത് 100 ഗ്രാം ചോളത്തവിടും 150 ഗ്രാം കൊപ്ര പിണ്ണാക്കുമാണ്. പിന്നെ പഴകിയ ഭക്ഷ്യ സാധനങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ തീറ്റക്രമത്തിന്റെ പ്രത്യേകത. തീറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞങ്ങള് തലേദിവസം ഒരു സാധനം കൊടുക്കില്ല, കഞ്ഞിവെള്ളം ഒന്നും കൊടുക്കില്ല. തലേദിവസം വെച്ച കഞ്ഞിവെള്ളം ഒന്നും കൊടുക്കില്ല. ചൂടുള്ള കൊടുക്കില്ല. പുതിയ ഇതിപ്പോ കഞ്ഞി വെക്കുന്നുണ്ടെങ്കിൽ പുതിയ കഞ്ഞിവെള്ളം മാത്രമേ കൊടുക്കുള്ളൂ. രാവിലെ ഉച്ചയ്ക്കിലായാലേ അതൊരു വീട്ടിൽ നിന്നുണ്ട്. അത് അവര് ഇതുപോലെ തന്നെ തരുള്ളൂ. അതിൽ വേറെ കച്ചറ തലേസ ഭക്ഷണങ്ങൾ ഒന്നും തരില്ല. അവർക്കറിയാം ഞാനല്ലെങ്കിൽ കൊണ്ടുപോയില്ല എന്നറിയാം. തീറ്റ എടുക്കില്ല ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം പശു ഉണ്ടായിരുന്നു, 5-6 പശു ഉണ്ടായിരുന്നു. അപ്പം അതിന് കൊടുത്തിട്ട് അതൊക്കെ ജേഴ്സിയും HF ആയിരുന്നു. 2023 ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അതിന് എനിക്ക് അസുഖം വന്നപ്പോൾ കൊടുത്തതാ. അപ്പം അതിനൊന്നും ഇതുപോലെ പഴയത് കൊടുത്തിട്ട് ഞാൻ കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഇത് നാടനാണല്ലോ. അപ്പം വേണ്ട, അങ്ങനത്തെ ഭക്ഷണം നമുക്ക് വേണ്ട. ഇതിന് തീറ്റ വേണ്ട. നമ്മൾ കുറച്ച് പുല്ല്, പിന്നെ കുറച്ച് വൈക്കോല്, ഈ പറഞ്ഞില്ലേ ഇതിന് തൂക്കം ഒന്നും നോക്കണില്ല. ഒരു 3 പിടി ചോളത്തോടും കുറച്ച് മില്ല് പിണ്ണാക്കും. അപ്പൊ ഇതിന്റെ തീറ്റ കഴിഞ്ഞു. 2 നേരം കൊടുക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഒരേ ലെവലിൽ തന്നെ പോകുള്ളൂ. അല്ലാണ്ട് കറവുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കറവില്ലാത്തപ്പോൾ അങ്ങനെയില്ല. ഒരേ ലെവലിൽ തന്നെ തീറ്റ കൊടുത്തു നോക്കുക. അതാണ് ഈ പശു ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇങ്ങനൊരു നല്ലൊരു ബ്രീഡ്സിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞ കറവ് പശുവിൻ്റെയും പൊങ്ങന്നൂർ ഇനത്തിൽപ്പെട്ട പശുവിൻ്റെയും വീഡിയോ ആണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.